ഇത് ഗിരി, ഇത് ജോസ്. ഇവര് കൃഷ്ണൻകുടിന്ന് വരിക. എന്താ? ഡിസ്ചാർജ് ചെയ്തോളാൻ ഡോക്ടർ പറഞ്ഞു. അല്പം കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതല്ലേ നല്ലത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ അയാളെ നോക്കുക? ഞാൻ പറയുന്നത് കേൾക്ക്. നമുക്ക് അയാളെ ഏതെങ്കിലും ശരണാലയത്തിലാക്കാം. ഈ കാര്യത്തിൽ രഞ്ജിയുടെ സെന്റിമെന്റ്സ് നോക്കിയാൽ പറ്റില്ല. വേണ്ട. എന്തെങ്കിലും മീനാക്ഷി അറിയുമ്പോ ഞാൻ മനഃപൂർവ്വം അഖിലിനെ ഒഴിവാക്കിയതാണെന്ന് അവള് കരുതൂ. അത് വേണ്ട. ആരായാലും അങ്ങനെ കരുതൂ. ഒരർത്ഥത്തിൽ അഖിലിന്റെ ശത്രുവാണല്ലോ ഞാൻ. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് കൊണ്ടുപോവാം. എങ്ങോട്ട്? നമ്മുടെ രാഘവേന്ദ്ര റാവു താമസിക്കുന്ന ക്വാർട്ടേഴ്സ് പൊഴിഞ്ഞു കിടക്കില്ലേ, അതിന്റെ കീ എന്റെ അടുത്തുണ്ട്. പുതിയ ആള് വരാൻ എന്തായാലും 1 മാസമാവും. അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ തൽക്കാലം. ആരും അറിയില്ല, ആരെ അറിയിക്കണ്ട. കല്യാണം നടക്കണവരെ ഇങ്ങനൊരു കള്ളക്കളി കളിച്ചേ പറ്റൂ. ചിലപ്പോ എന്റെ സ്വാർത്ഥതയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ക്രൂരത. എന്നാലും സാരമില്ല. അല്ലെങ്കിൽ അവളെനിക്ക് നഷ്ടപ്പെട്ടു കൂടാ. ഇതാണ് ഞാൻ പറഞ്ഞ ക്വാർട്ടേഴ്സ്. തൽക്കാലം ഒഴിഞ്ഞെടുക്കുക. കുറച്ചു ദിവസത്തേക്ക് ആരും വരാൻ പോകുന്നില്ല. ഞാൻ പോയി താക്കോലെടുത്തുകൊണ്ടുവരാം. ഇതാ മെഡിസിൻസ്. 2 മാസം കൂടെ കൊടുക്കാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലയ്ക്ക് വല്ലാത്തൊരു പെയിൻ വരും. അപ്പോൾ ഈ ടാബ്ലറ്റ്സ് കൊടുത്താൽ മതി. പെയിൻ കില്ലറാ. പിന്നെ ഇടയ്ക്കൊന്ന് ചരിച്ചു കിടത്തണം, അല്ലെങ്കിൽ ബെഡ്സോർ വരും. ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇനി എനിക്ക് പകരം ഗിരി ഉണ്ടാവും. ഞാനൊരു ബഹളനാവില്ലേ? ഏയ്, അങ്ങനെ ഒന്നും കരുതണ്ട. എന്താ? ഗിരിക്കൊരു ബേർഡനാവില്ലേന്ന്? ഏയ്, ഒരിക്കലുമില്ല. സന്തോഷമുള്ളൂ. മീനാക്ഷി ഒന്നും അറിഞ്ഞിട്ടില്ല, അറിയിക്കില്ല. നാളെ ഞാൻ പോവും. ഇടയ്ക്ക് ഗിരിയെ വിളിച്ചോളാം, വിവരങ്ങൾ അറിയാൻ. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഗിരിയോട് പറഞ്ഞാൽ മതി. പോട്ടെ ഞാൻ. എന്താ? ഇടയ്ക്കിടയ്ക്ക് പറയണതാ. മനസ്സിക്കില്ലേ? ഡോക്ടറോട് പറയാം. ഇപ്പൊ ഞാൻ പോവല്ലേ, കൊന്നിട്ട് പൊയ്ക്കോളാൻ. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ശത്രുവായിട്ട് കാണരുത് തന്നെ. മറ്റൊരു വഴിയും കാണാഞ്ഞിട്ട. എന്നാ കല്യാണം? നമ്മൾ എപ്പോഴാ നാട്ടിൽ പോവാ? അമ്മ പറഞ്ഞുവല്ലോ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് നമ്മളൊക്കെ നാട്ടിൽ പോകുന്നു. എപ്പോഴാ കല്യാണം? അതെ, നാട്ടിലിപ്പോ നല്ല മഴയാ. കർക്കിടകത്തിലെ മഴ. മഴ കഴിഞ്ഞ ഓണം വരും. അപ്പോ
നമസ്തേ ജി. താനിത് എവിടായിരുന്നു? പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ പാടില്ലായിരുന്നു. പെട്ടെന്ന് പോകേണ്ടി വന്നു. ഈ റെയിൽവേയുടെ ഒരു ടെസ്റ്റ് നേരത്തെ ഇന്റിമേഷൻ ഉണ്ടായിരുന്നതാ. ഇന്നലെയായിരുന്നു ഡേറ്റ് എന്നുള്ളത് ഓർമ്മയില്ലായിരുന്നു. ഒരു കണക്കിന് അത് നന്നായി. ഇല്ലെങ്കിൽ വല്ല കയ്യോ കാലോ ഒടിഞ്ഞ് താൻ വല്ല ആശുപത്രിയിലും കിടന്നേന്. താൻ പോയ ഉടനെ അഖിലേന്ദ്രൻ വന്നിരുന്നു ഇവിടെ. അഖിലേന്ദ്രനോ? ആ, ഇപ്പോഴും ഞെട്ടല് മാറിയിട്ടില്ലല്ലേ അഖിലേന്ദ്രൻ നേക്കുമ്പോ? അവൻ ഇവിടെ വന്ന് ഒരു പെർഫോമൻസ് നടത്തി. നിന്നെ കിട്ടിയാൽ വെട്ടി തുണ്ടം തുണ്ടമാക്കുമെന്ന് പറഞ്ഞ ആ പാവം മീനാക്ഷിയെ വിരട്ടി നാശമാണ്. എപ്പോഴായിരുന്നു സംഭവം? ഇന്നലെ വൈകിട്ടല്ലേ? അഖിലേന്ദ്രൻ വന്ന് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാവാഞ്ഞിട്ട് പവിയേട്ടൻ ഇവിടെ ഇരിക്കപ്പുറത്തില്ല. സാധാരണഗതിയിൽ എല്ലാം കഴിയുമ്പോൾ അഖിലേന്ദ്രന്റെ ഒരു പ്രത്യക്ഷപ്പെടലുണ്ട്. ആ നിലയ്ക്ക് ഇതിലും അങ്ങനെ സംഭവിക്കേണ്ടതാണ്. ഇനി വന്നാലും നമ്മുടെ ഭാഗത്ത് കുറ്റമൊന്നുമില്ലല്ലോ. മീനാക്ഷി, മീനാക്ഷി, ഇപ്പോ ടെൻഷൻ മാറിയല്ലോ. അയ്യോ, തന്നെ കാണാതിരുന്നിട്ട് മീനാക്ഷിക്ക് ഒരു ചങ്കിടിപ്പ്. അതെ, ഇന്ന് ഞാൻ ഇപ്പൊ തിരക്കില്ല. ശ്രീമതി, അതെ, ഇന്ന് ഞങ്ങളുടെ ആർമി ഡേ. ഗിരിക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്ക്. ഇവള് ഇന്നും ലീവാ. ഇന്നലെ സ്കൂളിൽ പോകാൻ ചെന്നിട്ട് സ്റ്റേഷനിൽ ഗിരിയെ കാണാത്തോണ്ട് തിരിച്ചു പോന്നു ഇവള്. ഗിരി, ഞാൻ ഇന്നലെ മീനാക്ഷിയോട് ചോദിച്ചു കാര്യങ്ങൾ ഇപ്പൊ എങ്ങനെ തോന്നുന്നു. അതിന് ഇയാളൊരു എക്സാമ്പിൾ പറഞ്ഞു. MT സ്റ്റൈലില്. എന്റെ അമ്മോ, ഞാൻ ഞെട്ടിപ്പോയി. ഇവള് പറയാ, ഈ ചെറുപ്പത്തിലെ കർക്കിടക മാസത്തിലെ മഴക്കാലത്ത് നാട്ടിൽ അച്ഛമ്മയുടെ വീട്ടിൽ പോയി നിൽക്കും. ആദ്യത്തെ ദിവസം മഴ നമുക്ക് വളരെ ഇഷ്ടവും. പിന്നെ ഒരാഴ്ചയൊക്കെ നിർത്തലില്ലാതെ പെയ്യുമ്പോ പുറത്തിറങ്ങാൻ വയ്യാത്തൊരു വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നും. അപ്പൊ നമ്മൾ മഴയെ വെറുക്കും. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം വെയിൽ വരുമ്പോ മുറ്റത്തേക്ക് ഇറങ്ങി ഒരു തുള്ളിച്ചാട്ടം. അങ്ങനെ ഒരു തുള്ളിച്ചാട്ടത്തിലാണിപ്പോ മീനാക്ഷി. അറിയാതെ പോയതില് പിണക്കമുണ്ടോ? കുറച്ച്. ഗിരിക്കെന്താ ഒരു ടെൻഷൻ പോലെ? ഏയ്, ടെൻഷനോ? സന്തോഷമല്ലേ, ഒരുപാട് സന്തോഷം. വെറുതെ ഓർക്കുകയായിരുന്നു, ഒരു വലിയ മഴയും കൂടി പെയ്തു തീരാനുണ്ട്. അത് കഴിഞ്ഞ താൻ പവിയേട്ടനോട് പറഞ്ഞ പോലെ തന്റെ ഒപ്പം ഞാനും ഒരു തുള്ളിച്ചാടലുണ്ട്. എന്താ വലിയ മഴ? കല്യാണം. ആ, അമ്മ രണ്ടു വട്ടം വിളിച്ചിരുന്നു ഇവിടെ. അവിടെ കിട്ടാണ്ടായപ്പോ വിവരം അറിയാൻ വിളിച്ചതാ. എന്തു പറഞ്ഞു അമ്മ? ഞാൻ ഇഷ്ടപ്പെടുന്ന എന്തും ഇഷ്ടമാവുന്ന എന്റെ അമ്മയ്ക്ക് ഇതും ഇഷ്ടവും. നേരിട്ട് കാണാതെ തന്നെ ഇഷ്ടവും. കത്തിൽ എഴുതിയിരുന്നു അമ്മയ്ക്ക്. എനിക്കിപ്പോ തിരക്കായി നിന്നെ മീനാക്ഷി നേരിട്ടൊന്ന് കാണാൻ. ഏട്ടാ, എനിക്കും അതെ. ഗുരുവായൂർ വെച്ച് മതിയെന്നാ ഇവിടെ എല്ലാവർക്കും. പവിത്രനോട് പറഞ്ഞപ്പം അവർക്കും അലോഹയില്ല. എപ്പോഴാ നീ നാട്ടിലേക്ക് വരിക? കൃഷ്ണക്കന്യാന്റെ അടുത്ത് നല്ല ഒരു ദിവസം കുറിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ചിങ്ങത്തില്. ഇതിപ്പോ കർക്കിടകം. ഓണത്തിന് അടുപ്പിച്ചാവാന്നാ അച്ചുവേട്ടനും പറഞ്ഞത്. അപ്പോഴാവുമ്പോ എല്ലാവർക്കും ലീവും കിട്ടുമല്ലോ. അത് ശരി, ഒക്കെ എല്ലാരും കൂടി തീരുമാനിച്ചോ എന്നോട് ആലോചിക്കാതെ? എനിക്കിപ്പോ ഇവിടുന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കല്യാണം നമുക്ക് ഇവിടെ വെച്ച് നടത്താം. അമ്മ അഞ്ജലിയും കൂടി ഇങ്ങോട്ട് വന്നാൽ മതി. നീ എന്താ ഈ പറയണ? അന്യ നാട്ടിൽ വെച്ചാ കല്യാണം നടത്തുക? അതും ബന്ധുക്കളും ആൾക്കാരും ഒക്കെ നാട്ടിൽ കിടക്കുമ്പോ? അങ്ങനെയല്ല, ആരെ അറിയിക്കാണ്ട് രഹസ്യമായിട്ട് നടത്തുന്ന വെച്ചാ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ഞാനും വരുന്നില്ല. അപ്പോഴേക്കും പിണങ്ങിയോ അമ്മ? അല്ലാണ്ട് പിന്നെ. എന്റെ അമ്മേ, എന്റെ പൊന്നമ്മേ, വലിയൊരു വഴിപാട് കൂടെ ഇവിടെ ബാക്കിയുണ്ട്. ഞാൻ അതിന്റെ ടെൻഷനില്ല. ഇനി എന്തിനാടാ വഴിപാട്? അതൊക്കെ പിന്നെ പറയാം. അതെ ഏട്ടാ, കുട്ടിമാമ ഉണ്ട് ഇവിടെ. ഏട്ടന് വേണ്ടി ഷൈന പ്രൊട്ടക്ഷൻ നടത്തിയ വകയില് മൂപ്പർക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അയ്യോ, കുട്ടിമാമയെ വെച്ചു. അമ്മ പറയാ കല്യാണം നാട്ടിൽ വെച്ച് നടത്താന്ന്. അഖിലേന്ദ്രൻ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് എങ്ങനെയാണ് നാട്ടിലേക്ക് പോവാ? എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. വല്ലാത്തൊരു വീർപ്പുമുട്ടല്. പവിയേട്ടനോടെങ്കിലും പറഞ്ഞാലോ നമുക്ക്? സത്യത്തില് വലിയൊരു തെറ്റല്ലേ ഞാൻ ചെയ്യണത്. ഒക്കെ കഴിഞ്ഞ് എല്ലാം അറിയുമ്പോ മീനാക്ഷി. അതപ്പോഴല്ലേ, അപ്പൊ ആലോചിക്കാം. നീ പോയി നോക്കിയാളെ. ഇല്ല, നോക്കാം. ബാലനോട് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല പാവം. ബാലനാരോടും പറയില്ലല്ലോ അല്ലേ? ഏയ്,
പെട്ടെന്ന് ആരെങ്കിലും കയറി വരണ്ടെന്ന് കരുതിയാ പൂട്ടിയിട്ട് പോയത്. ഒറ്റയ്ക്ക് വല്ലാണ്ടായോ? ഇങ്ങോട്ട് മാറ്റി കിടത്തിയാലോ? കുറച്ചുകൂടെ കാറ്റും വെളിച്ചവും കിട്ടും. പിടിക്കേ.